ജാസ്മിൻ എന്ന് പറയുമ്പോ വലിയ വലിയ സ്വപ്നങ്ങള്, ചെറുതൊന്നുമല്ല, വലിയ സ്വപ്നങ്ങളും വെച്ചിട്ട് അംഗം വെട്ടുന്നത് സത്യത്തില് വീട്ടിലെ പാത്രങ്ങളോടും മക്കളോടൊക്കെയാണ്. അപ്പൊ എന്താണ് സ്വപ്നത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു ടീം വൈബ്രന്റ് കിങ്ഡത്തെ കുറിച്ച് ഇവിടേക്ക് വരാനും ഈ ഒരു ഇതില് പങ്കാളിയാവാനൊക്കെ ആഗ്രഹിച്ചതിന്റെ കാരണം ജാസ്മിൻ? അയോൾ ഞാൻ ജാസ്മിൻ മാഡനെ പരിചയപ്പെടുത്തി കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ടീം വൈബ്രന്റ് കിങ്ഡായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോകുന്നു. സത്യത്തിൽ ഞാൻ എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഈ ഒരു അസോസിയേഷനിൽ വന്നിട്ടാണ്. ഞാനത് എപ്പോഴും പണ്ട് പറയാറുണ്ട്. പണ്ട് എപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സത്യത്തിൽ ആൻസി മാഡത്തിനെ കണ്ടുകൊണ്ടാണെന്ന് അറിയില്ല, ഇങ്ങനെ വിഷമം വരും. പണ്ട് എപ്പോഴും സങ്കടം വരും. അത് ചിലപ്പോൾ നമ്മുടെ ലൈഫിലത്തെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം. അപ്പോ അത്തരത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ മാഡം പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ അടുത്തൊക്കെ പറയുമ്പോൾ എല്ലാരും പറയും നീ ഇവിടെ ഒന്നും ജനിക്കേണ്ടതല്ല എന്നൊക്കെ പറയുന്ന അത്രയും വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെയാണ്. അതന്നും ഇന്നും ഉണ്ട് കേട്ടോ ഒരുപാട് ആഗ്രഹങ്ങൾ. അപ്പൊ അത്തരത്തിൽ ചിന്തിച്ചപ്പോ സത്യം പറഞ്ഞാൽ ആർക്കും എന്റെ സ്വപ്നങ്ങൾ ആർക്കും മനസ്സിലാവില്ല. അപ്പൊ എല്ലാരും പറയും, ഇപ്പൊ ആരാണെങ്കിലും, എന്റെ കൂടെ നിൽക്കുന്ന എന്റെ പേരൻസ് ആണെങ്കിലും എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും എല്ലാവരും ആദ്യമൊക്കെ പറയും നീ എങ്ങനെ എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നേ, ഇത്തരത്തിലൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത്. കാരണം 10ാം ക്ലാസ് മുതൽ എന്റെ ആഗ്രഹം എന്ന് പറയണത് ഏറ്റവും വലുതുമൊക്കെ മാത്രമേ ഞാൻ നോക്കുള്ളൂ. ഏറ്റവും ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു സംഭവം അതിലേക്ക് ഞാൻ എത്തുള്ളൂ. എവിടെ പോയിട്ട് എന്തൊരു സാധനം മേടിക്കാൻ പോയാലും ഏറ്റവും അവിടെ വില കൂടിയ സംഭവത്തിലേക്കായിരിക്കും എന്റെ കണ്ണു പോവാ. പക്ഷെ കാണാൻ വലിയ സംഭവം ഒന്നും ആയിരിക്കില്ല. പക്ഷെ എല്ലാരും എന്നിട്ട് പറയും ഇതെങ്ങനെ, ഇതിന് ഭയങ്കര റേറ്റ് ആണ് കേട്ടോ എന്ന് പറയും. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കും, ഞാൻ എന്താ മറ്റുള്ളവരെ പോലെ അല്ലല്ലോ. എന്റെ മാരേജ് കഴിഞ്ഞ സമയത്തും എന്റെ ആഗ്രഹങ്ങളൊക്കെ പറയുമ്പോ എന്റെ ഹസ്ബൻഡൊക്കെ ചില സമയത്ത് ഞെട്ടിപ്പോവാറുണ്ട്. പക്ഷെ കുറെ നാളുകള് ഇങ്ങനെ പോയി 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 ലാസ്റ്റ് ഇപ്പൊ ആള് പോലും എന്റെ ആ ഒരു സ്വപ്നത്തിനൊത്ത് നിക്കാം എന്നുള്ള രീതിയിലേക്ക് വന്നു. അതങ്ങനെയാണ്, അങ്ങനെയാണല്ലോ നമ്മ പറഞ്ഞ കേട്ടിട്ടില്ലേ. അതങ്ങനെ വരുള്ളൂ ആ ഒരു സംഭവം. അപ്പോ എന്റെ പേരൻസ് ആണെങ്കിലും എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും ഇന്ന് എന്റെ കൂടെ ഉണ്ട്. പക്ഷെ ഇവരാർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത സമയത്ത് മനസ്സിലായിട്ടുള്ള കുറെ പേരാണ് ഈ ഒരു ടീം വൈബ്രന്റ് കിങ്ഡത്തില് എന്റെ കൂടെ ഇപ്പൊ ഉള്ളത്. അപ്പോ എന്താ പറയാ, എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ നടക്കും എന്നൊരു ഉറപ്പ്, അല്ലെങ്കിൽ നടക്കും എന്ന് എന്റെ ലൈഫിൽ ആദ്യമായിട്ട് എന്നോട് പറഞ്ഞ ആൾക്കാര് ഉള്ള ടീമാണ്. അത് മെയിനായിട്ട് റിയാന മാഡം ഇപ്പൊ എന്റെ മെന്റർ എന്ന് പറയാം. അപ്പൊ അത്തരത്തിലൊക്കെയാണ്. അപ്പോ എനിക്ക് വലിയ ആഗ്രഹങ്ങളുണ്ട് ഈ ഒരു റിയാലിറ്റി ഷോയിൽ കൂടി അത് നടക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മറ്റുള്ള ഇൻഫ്ലുവൻസേഴ്സിനെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ, ലോകം അറിയുന്ന ആളുകളൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് അതിനുള്ള കഴിവുണ്ടോന്നൊന്നും ഞാൻ ചിന്തിക്കില്ല. എന്ത് കാര്യം ഞാൻ അങ്ങനെയാണ്. എനിക്കത് സാധിക്കും, എനിക്ക് കിട്ടുമോ എന്നുള്ളതിനപ്പുറം ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അത്തരത്തിൽ ആഗ്രഹിച്ച പലതും ഇന്ന് എന്റെ ലൈഫിൽ വന്നെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഈ ഒരു കാര്യം എനിക്ക് എത്തും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏകദേശം ഒരു 10 വർഷമായി എന്റെ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട്. ഒരു 6 വർഷത്തോളം ഒന്നും ചെയ്യാതെ ഞാൻ വീട്ടിലിരുന്നിട്ടുണ്ട്. ഒരുപാട് ഡിപ്രഷനും ടെൻഷനും. ഇന്നിപ്പോ അപ്പൊ എനിക്ക് ചിന്തിക്കാൻ പറ്റും ഒരു സാധാരണ ഒരു സ്ത്രീ എന്തൊക്കെ ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ളത്. കാരണം അവര് പറയണ ആർക്കും മനസ്സിലാവുന്ന പോലും ഉണ്ടാവില്ല. ആഗ്രഹങ്ങളുള്ള ഒരു വ്യക്തി വീട്ടിലിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സൈസ് ഒരു മാനസികാവസ്ഥയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അനുഭവിച്ച ഒരാൾക്ക് കറക്റ്റ് ആയിട്ട് അതൊക്കെ മനസ്സിലാവും. അത്തരത്തിലുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരുപാട് പേർക്കുള്ള ഒരു അവസരമാണിത്. അപ്പൊ അത്തരത്തിൽ ആ ഒരു ഫസ്റ്റ് ഒരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും മുന്നോട്ട് പോകും. എനിക്ക് പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യും. എന്റെ ഫാമിലിനെ, എന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും, അതെനിക്ക് ഉറപ്പുണ്ട്. അപ്പോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് എനിക്ക് എന്റെ സ്വപ്നങ്ങൾക്ക് എന്താ പറയാ അതിരില്ലാത്ത കുറെ സ്വപ്നങ്ങൾ. അപ്പൊ അത് നടക്കും. ഈ ഒരു ടീമിന്റെ കൂടെ നിന്നാല് അത് നടക്കും. അത് നമ്മളുടെ ആഗ്രഹം എത്രത്തോളം വലുതാണെന്ന് അളക്കാൻ പറ്റുന്ന ആളുകളുടെ കൂടെയാണെന്നുള്ള അത്ര വിശ്വാസം ഉണ്ട് എനിക്ക്. അപ്പോ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു ജാസ്മിൻ മാം. ഇതൊന്നല്ല, ഈ കുറഞ്ഞ സമയം കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. ജാസ്മിൻ എന്ന് പറഞ്ഞ ആളുടെ അല്ലെ, നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ഒരുപാട് എന്താണ് സംസാരിക്കാൻ കഴിവുള്ള, ഒരുപാട് വലിയ ആശയങ്ങളെ ഈ ഒരു സോഷ്യൽ ലൈഫിലേക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു കൂട്ടം ആളുകളോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നതിൽ എനിക്ക് ഭയങ്കര അഭിമാനമാണ് സത്യത്തിൽ.